നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് അത്ര സുഖകരമല്ലാത്ത രീതിയിലേക്ക് താഴേക്ക് വരികയുണ്ടായി. അതിനുശേഷം മാർക്കറ്റിൽ നല്ലൊരു റിക്കവറി അവസാന നിമിഷം നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ശരിക്കും മാർക്കറ്റ് കുറച്ച് നാളായിട്ട് ഒരു ബുള്ളിഷ് വിത്ത് കൺസോളിഡേഷൻ എന്നൊരു അവസ്ഥയിലാണ് മാർക്കറ്റ് കറക്റ്റായിട്ട് നീങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. അതായത് HDFC ബാങ്ക് ഏറെക്കുറെ 4% താഴേക്ക് വന്നു. അതിശക്തമായിട്ട് താഴേക്ക് വന്നപ്പോൾ ശരിക്കും ബാക്കിയുള്ള ബാങ്കുകളായാലും അതുപോലെ തന്നെ റിലയൻസ് ഒക്കെ ആയാലും അവർ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് താഴെ വീഴാതിരുന്നത് എന്നതാണ് സത്യം. കാരണം HDFC ബാങ്കിനെ പോലെ അതിശക്തമായിട്ടുള്ള വെയിറ്റേജ് ഉള്ള ഒരു ബാങ്ക് ഒരു 4% താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി എത്രമാത്രം താഴേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇറങ്ങുമെന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള സെക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ബാങ്കിങ് മേഖല തന്നെ ആയാലും നമ്മളെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി അത്ര വലിയൊരു വീഴ്ചയിലേക്ക് പോകാഞ്ഞത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒരുവിധം താഴേക്ക് വരികയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു. പക്ഷേ അതിനുശേഷം ശക്തമായി താഴെ നിന്നും ഒരു ബൈയിങ് നടത്തി മുകളിലേക്ക് കയറാൻ നോക്കി. അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷനും വീണ്ടും മാർക്കറ്റിനെ സെല്ല് ചെയ്ത് താഴേക്ക് വരുന്നു. കാരണം HDFC ബാങ്കിന്റെ ആ ഒരു നെഗറ്റീവ് രീതി ഇവിടെ ബാധിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അവസാന നിമിഷം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 മണി കഴിഞ്ഞ ആ ഒരു സമയത്തോടു കൂടി റിലയൻസിലുള്ള ആ ഒരു നല്ല ഒരു മൊമെന്റം നമ്മളുടെ നിഫ്റ്റിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. എങ്കിലും അവസാന നിമിഷം ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലേക്ക് വന്ന ശേഷം ആ ഒരു പ്രൈസ് റേഞ്ചിനകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് സോണിലേക്ക് തന്നെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. നിങ്ങൾക്ക് നേരത്തെ നോക്കുമ്പോൾ തന്നെ അറിയാം. നോക്കൂ, ശരിക്കും ഇതൊരു പ്രൈസ് സോൺ ആയിരുന്നു. ഇവിടെയൊക്കെ കണ്ടില്ലേ, കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു പ്രൈസ് സോണിനകത്ത് നിന്ന് കളിക്കുന്ന ഒരു മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയ ശേഷം വീണ്ടും അവിടെ ഒരു പ്രൈസ് സോൺ ക്രിയേറ്റ് ചെയ്ത് അവിടെ തന്നെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നോക്കൂ, താഴേക്ക് വന്നുവെങ്കിലും വീണ്ടും ഒരു ബൈയിങ് പ്രഷർ വന്ന ശേഷം വീണ്ടും അത് എവിടെ തന്നെ വന്ന് വീണിരിക്കുന്നു, ആ പ്രൈസ് സോണിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതി തന്നെയാണ് മാർക്കറ്റ് നീങ്ങുന്നതെന്ന് കാണുവാൻ സാധിക്കും. നിങ്ങൾക്ക് OI ബിൽഡപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു 5 മിനിറ്റ് എടുത്തത്. ശരിക്കും ഇൻട്രാഡേ ലെവലിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ഒരുപാട് ഗുണം ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് എന്ന് അതായത് നമ്മളുടെ എവർടൈം ഹൈ എന്ന ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ, ശക്തമായി മൊമെന്റത്തിൽ ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ്ങിലുള്ള ഒരു ട്രേഡ് ശ്രമിക്കാം. പക്ഷേ സ്ട്രിക്റ്റ്ലി സ്റ്റോപ്പ് ലോസും കറക്റ്റ് ആയിട്ട് വെച്ച് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇനി അതല്ല താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ലോ ആയിട്ടുള്ള 24,168 എന്ന ആ ഒരു റേഞ്ച് ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് രീതിയിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നു എന്നും പറയാം. അതൊരു ഇൻട്രാഡേ ലെവലിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒരിക്കലും ഒരു പൊസിഷണൽ രീതിയിലല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി ഞാനൊരു 1 ഡേ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കൂ, കുറച്ച് നാളായിട്ട് നമ്മുടെ മാർക്കറ്റ് അൾട്രാ ബുള്ളിഷ് എന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങുന്നത്. നോക്കൂ, എവിടെ തുടങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷം അതിഗംഭീരമായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ മാർക്കറ്റ്. ഇലക്ഷൻ സമയത്ത് ഒരു ചെറിയൊരു കറക്ഷൻ താഴേക്ക് വന്നുവെങ്കിലും അതിശക്തമായിട്ട് തന്നെ അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കുതിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ആ ഒരു മൊമെന്റം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ച് എല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി നിൽക്കുന്ന മാർക്കറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, മാർക്കറ്റ് ഒരു ബെയറിഷ് രീതിയിലേക്ക് വരുന്നോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നേ വന്നത്, അല്ലേ? പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ HDFC ബാങ്കിന്റെ നല്ലൊരു തകർച്ച എന്നത് തീർച്ചയായിട്ടും അതിനെ കുറച്ചുകൂടി അന്വർത്ഥമാക്കുന്ന രീതി താഴേക്ക് മാർക്കറ്റ് വന്നുവെങ്കിലും നമ്മളിവിടെ വരച്ചിരിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ശക്തമായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത്. നോക്കൂ, നമ്മൾ ഒരു ലോങ് പീരീഡിലുള്ള നേരത്തെ തന്നെ വരച്ചിരുന്നതാണ്, അല്ലേ? കഴിഞ്ഞ മാർക്കറ്റ് റിപ്പോർട്ട് കണ്ട നിങ്ങൾക്കറിയാം ഈ ഒരു റേഞ്ചിൽ ഒരു നല്ല ഒരു സപ്പോർട്ടിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു, അല്ലെ? കാരണം ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു. റെഡ് ക്യാൻഡിൽ ആണ് എങ്കിൽ തന്നെയും ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രധാനപ്പെട്ട ആ ഒരു റേഞ്ചിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് സപ്പോർട്ടും എടുത്ത് നിൽക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബുള്ളിഷ് മൊമെന്റം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അത്ര ശക്തമായ ഒരു കറക്ഷൻ വരാനുള്ള സാധ്യത ഒന്നും ടെക്നിക്കലി കാണിക്കുന്നില്ല. ന്യൂസ് സംബന്ധമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പിന്നെ ഉള്ളത് ഏതാണ്? തീർച്ചയായിട്ടും നമ്മളുടെ ബഡ്ജറ്റ് ആണ്. അത് ജൂലൈ 23-നാണെന്ന് അറിഞ്ഞു, അല്ലേ? അപ്പൊ ജൂലൈ 23-നുള്ള ബഡ്ജറ്റ് കൂടി കഴിഞ്ഞിട്ട് അതിന്റെ ഒരു രീതി എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാർക്കറ്റ് ഇനി മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് ഒരു തീരുമാനത്തിനായിരിക്കാൻ സാധ്യത. പക്ഷേ നമ്മുടെ മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷ് എന്ന രീതി തന്നെ കൈക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കുറെ നാളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ സാധ്യത എങ്ങനെയൊക്കെയാണ്? ഒരു പക്ഷേ ഇനി ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിമറിയാം. പക്ഷേ ഇതിനേക്കാൾ മറ്റൊരു കാര്യം ഇവിടെ കിടക്കുന്നത് നമ്മളുടെ Q1 റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. ഇനി
മുന്നോട്ടുള്ള ആഴ്ചകളിൽ. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിനെ സ്വാധീനിക്കും. മാർക്കറ്റ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വോളറ്റിലിറ്റികൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കൺസോൾട്ടേഷൻ വിത്ത് ഒരു പോസിറ്റീവ് ബയസിന്റെ രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നേരെ നമ്മളത് വീക്ക്ലി ചാർട്ടിലേക്ക് എടുത്തു നോക്കിയാലും വ്യക്തമായി കാണാൻ സാധിക്കും. നോക്കൂ, ഇന്നലെ അവസാന നിമിഷം ആ ഒരു തിരിച്ചുകയറ്റം എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹമായിട്ട് മാറുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. നോക്കൂ, നല്ലൊരു ബുള്ളിഷ് മൊമെന്റമുള്ള ക്യാൻഡിലാണ് വീക്കിലി വന്ന് ഫോം ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്നലെ മാർക്കറ്റ് അവസാന നിമിഷം തിരിച്ചു കയറിയില്ലായിരുന്നു എങ്കിൽ അത്ര ശുഭകരമല്ലാത്ത ഒരു ക്യാൻഡിൽ ഫോം ചെയ്തേനെ വീക്കിലി. പക്ഷേ ഇപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ക്യാൻഡിൽ അവിടെയും ഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കുക. നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു അല്പം ബേറിഷ് കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിയാണ്, മാർക്കറ്റ് അല്പം ഒന്ന് തിരിച്ചു കയറിയെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും പ്രമുഖ ബാങ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റേജ് കൂടുതലുള്ള ബാങ്ക് ആയിട്ടുള്ള HDFC ബാങ്കിന്റെ ഒരു തകർച്ചയാണ് ഇവിടെ ഒരു വിഷയം, ഒരു വില്ലനായിട്ട് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. കണ്ടില്ലേ, നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും അത്ര ശുഭകരമല്ലാത്ത രീതിയിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നിഫ്റ്റിയിലും ഒരു പോസിറ്റീവ് വിത്ത് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് പറഞ്ഞത്. നമുക്ക് ഓയ ബിൽഡപ്പ് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇവിടെ ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത്ര ശുഭകരമല്ലാത്ത രീതിയാണ് ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിലും കാണുവാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ബാങ്ക് നിഫ്റ്റി ഏറെക്കുറെ ഒരു ബഡ്ജറ്റിന്റെ ഒരു റിസൾട്ടൊക്കെ അറിഞ്ഞ ശേഷമുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കാം, മുകളിലേക്കായാലും താഴേക്കായാലും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളുടെ Q1 റിസൾട്ട് ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും വോളറ്റിലിറ്റി ഉണ്ട്, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അത് ഓർത്തിരിക്കുക. നമ്മളിവിടെ OI ബിൽഡപ്പിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ എന്താണോ നിങ്ങളോട് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, വളരെ ടൈറ്റ് ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും ഒരേ റേഞ്ചിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്നലത്തെ ഒരു ഫുൾ ഡേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാന നിമിഷം എങ്ങനെയാണ് കോൾ സെല്ലേഴ്സും പുട്ട് സെല്ലേഴ്സും വർദ്ധിച്ചത് അല്ലെങ്കിൽ അൺവൈൻഡിങ് ആയത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. പുട്ട് സെല്ലേഴ്സും കോൾ സെല്ലേഴ്സും ഒരേ രീതിയിൽ തന്നെ കയറുന്നതായിട്ട് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അവസാന 5 മിനിറ്റിൽ നടന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, നല്ല രീതിയിൽ അവസാന 5 മിനിറ്റിൽ പുട്ട് സെല്ലേഴ്സ് അൺവൈൻഡിങ് ആവുന്നു, അതുപോലെ തന്നെ കോൾ സെല്ലേഴ്സ് അൺവൈൻഡിങ് ആവുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എങ്കിലും അവസാന 5 മിനിറ്റിൽ പുട്ട് സെല്ലേഴ്സ് പ്രധാനപ്പെട്ട 24,200 24,300 നിന്നൊക്കെ നല്ലൊരു അൺവൈൻഡിങ് നടന്നതായിട്ട് ഇവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ശ്രദ്ധിക്കേണ്ട കേസാണ്. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അവസാന 5-10 മിനിറ്റിലൊക്കെ നല്ലൊരു അൺവൈൻഡിങ് തന്നെയാണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. OI ബിൽഡപ്പിനെ കുറിച്ച് കുറച്ചുകൂടി ധാരണ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ NSEയുടെ സൈറ്റ് എടുത്ത് ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ കാണുവാൻ സാധിക്കും. നോക്കൂ, കോൾ സെല്ലേഴ്സ് 32 ലക്ഷം ആണെങ്കിൽ ഇവിടേക്ക് വന്നാൽ പുട്ട് സെല്ലേഴ്സും 32 ലക്ഷം എന്ന അവസ്ഥയിൽ തന്നെ, അതായത് ടൈറ്റ് റേഞ്ചിലേക്ക് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് തന്നെ നിലവിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുത്ത് നോക്കിയാലോ, നോക്കൂ, ഒരു ബേറിഷ് രീതിയാണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. 31 ലക്ഷത്തിനെതിരെ ഇവിടെ 22 ലക്ഷം മാത്രമേ ഉള്ളൂ പുട്ട് സെല്ലേഴ്സ് എന്ന് കാണുവാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബേറിഷ് രീതിയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണിത്. നമുക്ക് നേരെ ഇനി FISന്റെ ഇൻഡെക്സ് ഓപ്ഷനിലുള്ള അവരുടെ ഒരു സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് നേരെ ക്യാഷ് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ക്യാഷ് മാർക്കറ്റിൽ നോക്കൂ, 1241 കോടിക്ക് ഇന്നലെ FIS ബൈ ചെയ്തു. ഈ ബൈ എപ്പോഴാണ് നടന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴാണ്? അവസാനം 3 മണി കഴിഞ്ഞുള്ള ആ ഒരു ബൈങ് ആണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞാലോ 1651 കോടിക്ക് ആ DIS പ്രോഫിറ്റ് ബുക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. FIS ഒരു ബൈങ് മോഡിലേക്ക് നിൽക്കുന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ സെല്ലിംഗിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. അതും മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് FISഉം പ്രോസും ഒക്കെ ഓപ്ഷനിൽ എങ്ങനെയാണ് സമീപിക്കുന്നത് നമുക്ക് നോക്കാം. FISന്റെ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും കോൾ അവർ ബൈ ചെയ്തേക്കുന്നത് ഒരു 7 ലക്ഷത്തിനടുത്ത് കോൾ ബൈ ചെയ്തേക്കുന്നു. അത് നമ്മളുടെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് അത് കൂടുതലും നടത്തിയിരിക്കുന്നതെന്നും കാണുവാൻ സാധിക്കുന്നു. 7 ലക്ഷത്തിനടുത്ത് കോൾ ബൈ ചെയ്തേക്കുന്നത് ബുള്ളിഷ് ആണ്. ഇനി പുട്ട് അവരെന്ത് ചെയ്യുന്നു? പുട്ട് അവർ ബൈ ചെയ്തേക്കുന്നു. അത് ബേറിഷ് എന്ന രീതിയിലേക്ക് അവർ എന്ത് ചെയ്തിരിക്കുന്നു? പുട്ട് ഒരു 6 ലക്ഷത്തിന് മുകളിൽ അവർ പുട്ടും ബൈ ചെയ്തിരിക്കുന്നത്. ഒരു ടൈറ്റ് റേഞ്ച് എന്ന് പറയാം. ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് പോകുമോ എന്ന് തോന്നുന്ന രീതിയിലാണ് അവരുടെ ഒരു സമീപനം ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി പ്രോസിന്റെ ലെവലിലേക്ക് വന്നാലോ, പ്രോസ് ശരിക്കും കോൾ ഇവിടെ ബൈ ചെയ്തേക്കുന്ന ഒരു 2.5 ലക്ഷത്തിന് കോൾ ബൈ ചെയ്തപ്പോൾ ഇവിടെ പക്ഷേ അവർ പുട്ടിൽ അവരുടെ സമീപനം വളരെ കുറവാണ്. അപ്പോൾ പ്രോസ് ഇവിടെ നല്ലൊരു ബുള്ളിഷിലേക്കും പോകുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടൈറ്റ് റേഞ്ച് ആയാലും കൺസോൾട്ടേഷൻ വിത്ത് ബുള്ളിഷ് ബയേഴ്സിന്റെ ഒരു രീതിയാണ് മാർക്കറ്റിൽ കണ്ടുവരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ബാങ്ക് നിഫ്റ്റി ആണ് അതിന്റെ അപവാദമായിട്ട് നിൽക്കുന്നതെന്നും ഓർക്കുക. ഇനി ക്ലയന്റിന്റെ കേസിലേക്ക് വന്നാൽ നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ കിട്ടും. നോക്കൂ, ഇവിടെ അവർ കോൾ സെല്ല് ചെയ്തേക്കുന്നു. മാർക്കറ്റ് താഴേക്ക് വരുമെന്ന അവസ്ഥയിൽ 9.5 ലക്ഷത്തിനാണ് എങ്കിൽ ഇവിടെ പുട്ട് ബൈ ചെയ്തേക്കുവാണ്. പുട്ട് ബൈ
ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് താഴേക്ക് വരുമെന്ന അവസ്ഥയിൽ അതും ഒരു 9-അടുത്ത് തന്നെ ഉണ്ടെന്ന് കാണാൻ സാധിക്കും. ശരിക്കും ഒരു ടൈറ്റ് റേഞ്ച് തന്നെയാണ് അവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനോട് പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ഒരു ഡേറ്റയാണ് സത്യത്തിൽ ഇവിടെ കാണുന്നത്. കൺസോൾട്ടേഷൻ എന്നാൽ ശക്തമായ വോളറ്റിലിറ്റി തന്നെ ഉണ്ടാവും, അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി വരാൻ പോകുന്ന Q1 റിസൾട്ട് വരാൻ പോകുന്നു, മാത്രമല്ല നമ്മളുടെ ബഡ്ജറ്റ് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത്. ഫ്യൂച്ചറിൽ FIS എങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കിക്കഴിഞ്ഞാൽ അതെ, കുറെ ദിവസങ്ങളായിട്ട് തന്നെ അവർ ലോങ് തന്നെയാണ് ഫ്യൂച്ചറിൽ. തീർച്ചയായിട്ടും മാർക്കറ്റിനെ ബുള്ളിഷ് എന്ന രീതിയിൽ തന്നെയാണ് ഫ്യൂച്ചറിൽ അവർ കാണുന്നതെന്ന് കാണാൻ സാധിക്കും. നേരെ നമുക്ക് പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാൽ പ്രോസ് ഒരു ചെറിയ രീതിയിൽ ബെയറിഷ് എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും അവർ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. അവർ പ്രോസ് ആണെങ്കിൽ ചെറിയൊരു ബെയറിഷിലേക്കും വന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. DXന്റെ കേസിലായാലും അവർ ബെയറിഷ് എന്ന രീതിയിൽ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിന്റെ കേസിൽ ക്ലയന്റിന്റെ കേസിലേക്ക് വന്നാലോ, ക്ലയന്റ് തുടർച്ചയായിട്ട് തന്നെ ഒരു ബെയറിഷ് മോഡിലോട്ട് തന്നെയാണ് ഫ്യൂച്ചറിന്റെ കേസിൽ നിന്ന് കാണുവാൻ സാധിക്കും. അപ്പോ വലിയ മാറ്റങ്ങളൊന്നും മുന്നേ ഉള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് വന്നതായിട്ട് ഇവിടെയും കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു മൊമെന്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നു. പക്ഷെ എങ്ങനെ വന്നാലും ഒരു എവർടൈം ഹൈ നിൽക്കുന്ന മാർക്കറ്റാണ്. തീർച്ചയായിട്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഇനിയും 24,500 എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 സ്വാഭാവികമായിട്ടും ആ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടും പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ്. ശരിക്കും നിഫ്റ്റിയിൽ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്കൊക്കെ ചിലപ്പോൾ പോകാനുള്ള സാധ്യത എന്നത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് 23,800 എന്ന ആ ഒരു പ്രധാന റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്കൊക്കെ നല്ല രീതിയിൽ നിഫ്റ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു 5% മുകളിലുള്ള കറക്ഷൻ ഒന്നും ശരിക്കും നിഫ്റ്റിയിൽ ഇതുവരെ നടന്നിട്ടില്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കറക്ഷൻ ഒക്കെ നടന്ന ശേഷമാണ് വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, തുടർച്ചയായിട്ട് ബുള്ളിഷിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇനി എന്ന് വേണമെങ്കിലും സംഭവിക്കാം. തീർച്ചയായിട്ടും അതൊരു ബഡ്ജറ്റിന്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള സമയത്താവാനുള്ള സാധ്യതയാണ് കൂടുതലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പിന്നെ മാർക്കറ്റാണ്, എപ്പോൾ വേണേലും സ്വഭാവങ്ങൾ മാറി മറിയാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് വ്യക്തമായ ധാരണ കിട്ടിയെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ആഴ്ച നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.